ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസ്, എൻജിൻ ഓയിൽ മാറ്റുക, അതേപോലെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുള്ള, മൈലേജ് ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, സൈലൻസർ വാഷ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, ആക്സിലേറ്ററിന് പ്ലേ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പിക്കപ്പ് പൊടിക്ക് കൂട്ടുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ പിക്കപ്പിൻ്റെ കേസിൽ അങ്ങനെ വലിയ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പറയത്തക്ക ബാക്ക് ബ്രേക്കൊക്കെ ഇച്ചിരി ബ്രേക്ക് കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റിങ് ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിസ്സാരം കൂടി ഇനി ഓടാനുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ലൈൻഡർ മാറ്റിയിടാവുന്നതാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്ന കേസുണ്ട്, ഓയിൽ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ സൈലൻസർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈലൻസർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. സൈലൻസർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽട്ടർ കിടക്കണേ, നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. അപ്പോൾ എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ തന്നെയാണ്. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയായിരുന്നതാണ്. അപ്പോൾ കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പൊടിയുടേതായിട്ടായാലും നേരടിച്ച് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് നല്ല ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിനകത്ത് നമുക്ക് ഈ റോളർ വെയിറ്റ് മാത്രം ചെറിയൊരു തേമാനം, സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനം കാണുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത്, ആ പൊടിയുടേതായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ പൊടിയുടേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ചൊക്കെ ഒന്ന് റീസെറ്റ് ആക്കാവുന്നുള്ളൂ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊക്കെ ആയാലും വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിൻ റൂമിലുള്ളതിലും വലിയ ചെളിയൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ നേരെ അടിച്ച് കയറ്റിയിടാം. കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താണ്, അപ്പോൾ അതാണ് നീറ്റായിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ ആ പൊടിയുടേതായിട്ടുള്ള കുറച്ച് ഇത്, അപ്പോൾ നേരടിച്ച് ഇതൊക്കെ പൊക്കോളും തന്നെ, അതൊക്കെ നേരടിച്ച് റീസെറ്റ് ആക്കിയിട്ടേക്കാം. പിന്നെ മൈലേജ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചെക്കപ്പ് നടക്കില്ല, ഞാനൊന്ന് ട്യൂൺ ചെയ്ത് തരാം. ചെക്ക് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കാം, പെട്രോൾ അടിച്ച് എത്ര ഓടേണ്ടതെന്നുള്ള ദിവസം നോക്കാം. പിന്നെ മൈലേജ് ട്യൂണിങ്ങിൽ കറക്റ്റാക്കി നമുക്ക് ഇട്ടേക്കാം. പിന്നെ വലിയുടെ കേസും ഈ പറഞ്ഞ രീതിയിൽ പരമാവധി വലിയ കൂട്ടിയിടാൻ നോക്കുമ്പോൾ മൈലേജ് നമുക്ക് കുറയും. അപ്പോൾ എനിക്ക് ഓടിച്ച് നോക്കുമ്പോൾ വലിയ മേജറായിട്ടുള്ള പ്രശ്നം തോന്നണമൊന്നുമില്ല. പൊടിക്ക് വേരിയേഷൻസ് ചെറിയൊരു വ്യത്യാസം വരുത്തിയേക്കാം, കാര്യമായിട്ടുള്ള ഇത് പ്രതീക്ഷിക്കേണ്ട, കാരണം കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മൈലേജൊക്കെ ഒരുപാട് വ്യത്യാസം വരും. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ബ്രേക്ക് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് കാരണം, അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്ത കേബിൾ പൊട്ടിപ്പോയേക്കാം, ഇന്നർ പൊട്ടിയാനാണ്. അപ്പോൾ നമുക്കൊന്ന് ഇന്നർ കേബിളൊന്നും മാറ്റിയിടണം. ഇന്നർ കേബിളല്ല, കേബിൾ അസംബ്ലി പാടിയാണ് നമുക്ക് കിട്ടുള്ളൂ, കേബിൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ, എന്നാലാണ് നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. 12.96 ഇഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക. പക്ഷേ നിലവിൽ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ പ്രശ്നമായിട്ട് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. കാരണം 2023 ആണെങ്കിലും എനിക്ക് തോന്നുന്നത് വാറണ്ടിയുടെ ഏകദേശം ഒരു പീരീഡിലായിരിക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ, കാരണം ബാറ്ററിക്ക് ആമറോണിൻ്റെ ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 24 മാസം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അപ്പോൾ 24 മാസം ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ 24 മാസം ആയിട്ട് നമുക്ക് നോക്കി വെച്ചേക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം, സെൽഫ് സംബന്ധമായിട്ട് വണ്ടി എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടി വാറണ്ടിക്ക് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല. നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും ഈ മീറ്റർ ഡിറ്റക്റ്റ് ചെയ്യും, കൃത്യമായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവാൻ സാധ്യത. സാധാരണ കംപ്ലയിൻറ്റ് ഇപ്പോൾ ചാർജ് കുറവാണെങ്കിൽ ലോയാണ് കാണിക്കേണ്ടത്, ഇത് കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അങ്ങനെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലാണെങ്കിൽ മാറ്റാനുള്ളൊരു ക്ലെയിമിന് ചെയ്യാവുന്നതാണ് നമുക്ക് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, സൈലൻസർ ക്ലീനിങ്, പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്സും കൂടി ഉൾപ്പെടുത്താനുണ്ട് കേട്ടോ. മീറ്റർ കേബിൾ, ബാക്ക് ബ്രേക്സ്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ, കാരണം റിപ്ലൈ കിട്ടിയാലേ ഞങ്ങൾക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ.
ആ വീഡിയോ കണ്ടുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. ഇനി അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അടക്കം ഉണ്ടാവും, കോൺടാക്ട് നമ്പർ വരും, അപ്പോൾ അതിനകത്തേക്ക് ഒന്ന് വിളിച്ചാലും മതി കേട്ടോ. അപ്പോൾ റിപ്ലൈ ചെയ്യണം, റിപ്ലൈ കിട്ടിയാലാണ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പരമാവധി നേരത്തെ വീഡിയോ കണ്ടുകഴിയുമ്പോൾ റിപ്ലൈ ഇടാൻ മറക്കരുത്.